ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ആരൂസ് ആൻഡ് ഫാമിലി. നമ്മളിപ്പോ നിൽക്കുന്ന ലുലു മാളിലാണ് കേട്ടോ. ഇവിടെ മോള് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് അവൾക്ക് ലുലു മാൾ കാണണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫൈനലി അവളെയും കൊണ്ട് എത്തിയിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലുലു മാളിലെ വിശേഷങ്ങളാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ലുലു മോള് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിൽ ആരും ഇങ്ങനെ പാറി പറന്ന് നടക്കുവാണ് കേട്ടോ. എവിടെ പോണം, എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ആള് കണ്ട വഴിയിലൂടെയൊക്കെ ഓടി നമ്മളിപ്പോൾ എവിടെയൊക്കെയോ എത്തിയിരിക്കുന്ന അവസ്ഥയാണ്. ഓട്ടമായിരുന്നു, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ മുകളിലാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ഡ്രസ്സൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആളിങ്ങനെ നോക്കി നടപ്പുണ്ട്. അതുപോലെ ഏറ്റവും ആവശ്യം ഗെയിംസിൽ കയറുക, ടോയ്സ് വാങ്ങുക, ഒരുപാട് ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മസാജിങ് കുറേ ആളുകൾ വീട്ടിൽ മസാജൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ നിന്നു. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആള് മോളിൽ നിന്ന് താഴത്തോട്ടൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിൽപ്പുണ്ട്. ആദ്യമായിട്ട് കണ്ടതിൻ്റെ കുറേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ എവിടേക്കോ ഓടി കയറുന്നുണ്ട്. ചില സ്ഥലത്തൊന്നും ക്യാമറ അലൗഡ് അല്ല. അങ്ങനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കമ്മലിൻ്റെ സെഷനൊക്കെയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. നമ്മളൊരു ഒരു
എന്താ വലിയ പർച്ചേസിനായിട്ടുള്ള രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഡിസ്കൗണ്ടിലൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ആളൊരു ടോയ്സ് ഷോപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഫൈനലി. നമുക്കൊന്ന് അതിനകത്തോട്ട് കയറി നോക്കാം. ഏതാണ് ഒരെണ്ണം വാങ്ങാനാണ് പെർമിഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള പോക്കാണ്. ഇവിടെ ക്യാമറ അലോഡ് അല്ല. ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ തന്നെ ഒരു വീഡിയോസ് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ഇച്ചിരി നേരം എടുത്ത വീഡിയോ ആണ്. അവളിവത്തി എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. ആരും അങ്ങനെ പുതിയ ഡ്രസ്സെല്ലാം വാങ്ങിച്ച് ലുലു മോളിൽ വെച്ച് തന്നെ മാറ്റി പുതിയതൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിന്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ അവള് ഭയങ്കര ഹാപ്പി ആയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇതെന്താ അതെന്താന്നുള്ള സംശയങ്ങളാണ് ഇനിയുള്ളത്. ഗൈസ്, ഇപ്പൊ ഞങ്ങളെ ഒരു പ്രതിമയുടെ അടുത്താണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്താന്ന് മനസ്സിലായില്ല കേട്ടാ. എനിക്ക് നടന്ന് നടന്ന് തളർന്ന് വിശപ്പ് തലക്ക് പിടിച്ചപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കോർട്ടിലെത്തി. എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാന്നുള്ള ഐഡിയയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ പ്ലാൻ എല്ലാം പൊളിച്ചോണ്ട് മോള് പറയുവാ നമുക്ക് ചോറ് മതിയെന്ന്. അങ്ങനെ നമ്മുടെ പെട്ടെന്നുള്ള ഷോക്കിൽ എങ്ങനെ അവരോട് പെട്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മളറിയാതെ ചോറെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ തീരുമാനങ്ങളെല്ലാം പൊളിഞ്ഞു. ദേ ചോറും കറിയും കഴിക്കുവാണ്. അല്ലെങ്കിൽ പുറത്തു പോയ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് പറയുന്ന ദേ ചോറും കറിയും കഴിക്കുമോ ലുലു മോളിൽ വന്ന്. ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പേര് പറഞ്ഞ റെയിൻബോ കേക്ക് എന്ന്. അപ്പം അങ്ങനെ ലുലു മോളിൽ ഇരുന്ന് ചോറും കറിയും റെയിൻബോ കേക്കെല്ലാം ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് മാത്രമായിട്ട് എങ്ങനെയാ ചോറ് കൊടുക്കണേന്ന് ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ എല്ലാവരും അവസാനം ചോറും കറിയും കഴിച്ചു. ആരും ദേ റൈഡിലെല്ലാം കേറാനുള്ള പ്ലാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇങ്ങനെ എല്ലായിടവും നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ആദ്യമൊക്കെ ഒരുപാട് ചെന്നപ്പോ തന്നെ കാറും കൂവലൊക്കെയാണ് കേട്ടത്. അതുകൊണ്ട് ആളൊന്ന് പേടിച്ചു. അങ്ങനെ ഇവിടുന്ന് പോയ ധൈര്യമൊന്നും അവിടെ ചെന്നപ്പോ ഇല്ലായിരുന്നു. പിന്നെ കുറച്ചുള്ളത് കുട്ടികളുടെ ഇതാണ്. അവത്തില് കേറാൻ ആൾക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ അവൾ ഉദ്ദേശിച്ച ഐറ്റംസ് ഒന്നും ഇവിടെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. അവൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളും കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഗെയിം കാർഡ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന കണ്ടു. അച്ഛനും മോളും കൂടെ. കുറെ കഴിഞ്ഞ് ഒരു കാർഡും ഇല്ലാതെ തിരിച്ചു വരുന്ന കണ്ടു. അങ്ങനെ നമ്മള് ഗെയിംസ് എല്ലാം നോക്കി നിൽക്കുവാണ്. അവൾക്ക് ഇഷ്ടമുണ്ടെ കേറട്ടെ എന്നുള്ള സ്റ്റൈലില് നമ്മളും നിൽക്കുവാണേ.
റൈഡിലൊക്കെ കയറാനുള്ള അമിതമോഹം ഉപേക്ഷിച്ച് ആള് നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ ഇപ്പൊ വെച്ച് പിടിക്കുന്നത്. ചെന്നപ്പോ തന്നെ സീറോ ഗ്രാവിറ്റി റൈഡിൽ നിന്നുള്ള അമിതമായ കരച്ചിലാണ് ആളെ ഇതിനകത്തൊന്ന് പിന്തിരിപ്പിച്ചതെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് പോലും കേറാനുള്ള സന്മനസ്സൊന്നും ഇല്ലായിരുന്നു. നേരെ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോവാൻ, മിഠായി വാങ്ങാൻ പോകാന്നുള്ള ടെൻഡൻസി ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇപ്പൊ ഇനി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. യൂട്യൂബ് ചാനലെല്ലാം കണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ട് അവിടുന്ന് എന്തൊക്കെ എടുക്കണമെന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടാണ് ആള് പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് ഹൈപ്പർ മാർക്കറ്റിൽ പോയി നോക്കാം. അങ്ങനെ നമ്മള് ദേ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ആള് മിഠായി സെക്ഷനിലോട്ട് തന്നെ ഓടി കയറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റീസ് ഓഫ് മിഠായിയുടെ ഒരു വേൾഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ആള് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഓട്ടമാണ് ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട്. ഇഷ്ടമുള്ളതൊക്കെ എടുത്തിടാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ബഡ്ജറ്റിൽ പറ്റാത്ത രീതിയിലുള്ളത് മാറ്റിയാൽ മതിയല്ലോ. അവള് ഹാപ്പി ആയിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ മാത്രം എടുക്കാൻ ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ആള് കേൾക്കുന്ന ലക്ഷണമില്ല. അപ്പൊ ലാസ്റ്റ് നമുക്ക് മാറ്റാന്ന് ഓർത്തു. അങ്ങനെ ആള് ദേ ബാസ്ക്കറ്റ് ആയിട്ട് ഓടുന്നുണ്ട്. കണ്ണി കണ്ടത് പെറുക്കി ഇടുന്നുണ്ട് ചിലതൊക്കെ. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് മിഠായിയുടെ കളക്ഷനാണ്. നമ്മൾ ആളെ ബാസ്ക്കറ്റ് കൊടുത്ത് ധൈര്യമായിട്ട് വിട്ടത്. അങ്ങനെ അവൾക്ക് കുറച്ച് ഫേവറേറ്റ് മിഠായികളുണ്ട്. അതല്ലാതെ ആൾ എടുക്കത്തില്ലെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ഐഡിയാസ് ഒക്കെ തെറ്റിച്ചുകൊണ്ട് ആൾ അതും ഇതൊക്കെ പെറുക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ തിരിച്ച് വാങ്ങിച്ച് വെച്ച് കേട്ടോ. അങ്ങനെ ഒരു എന്തെല്ലാം വരും വെറൈറ്റീസ് ഓഫ് മിഠായിസ് ആണല്ലേ ഇവിടെ ഉള്ളത്. നമ്മുടെ ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇവിടെ ഉള്ളത് റിലയൻസ് മോളാണ്. പക്ഷെ അവിടെ ഇത്ര അധികം പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇത്ര അധികം ഇല്ലല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ.
നിൽക്കുന്നത് ഐസ്ക്രീം സെഷനിലാണ് കേട്ടോ. ഞാനും ആരും ഒരു ഐസ്ക്രീം ലവേഴ്സ് ആണ് കേട്ടോ. ഏത് വെറൈറ്റി ഫ്ലേവർ എടുക്കണോന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനിലായിരുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം ഫ്ലേവേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ 2 ഐസ്ക്രീം എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുവാണ്. നമുക്ക് വലുത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും ലോങ് കൊണ്ടുവരാൻ പറ്റാത്തതിന് സങ്കടമൊക്കെ മനസ്സിൽ വെച്ച് അങ്ങനെ നമ്മുടെ പർച്ചേസ് എല്ലാം അവസാനിപ്പിച്ച് നമ്മളങ്ങനെ ലുലു മോളിനോട് വിട പറയുവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.